ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. ഓണക്കാലത്ത് ഓൺലൈൻ വ്യാപാരത്തെ ചാരി പുതിയ തട്ടിപ്പ്. സമൂഹമാധ്യമത്തിൽ നൽകുന്ന പരസ്യങ്ങൾക്ക് കീഴിൽ വ്യാജ നമ്പർ കമന്റ് ചെയ്താണ് തട്ടിപ്പ്. ഇത് സ്ഥാപനത്തിന്റേതാണെന്ന് കരുതി നിരവധി പേർ ഓർഡർ നൽകി. വസ്ത്രം ലഭിക്കാതെ വന്ന സ്ഥാപനത്തിൽ ബന്ധപ്പെടുമ്പോഴാണ് തട്ടിപ്പ് മനസ്സിലാകുന്നത്. ഓൺലൈൻ വസ്ത്ര വ്യാപാരി മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും DGPക്കും പരാതി നൽകി. ഓണക്കാലമായതോടെ തട്ടിപ്പ് വ്യാപകമാണെന്ന് വ്യാപാരി പറയുന്നു. നമ്മുടെ ഒരു ഷോപ്പാണ്, ഫിയ ഗാർമെൻറ്റ്സ് ഷോപ്പാണ്. നമ്മൾ ഓൺലൈനിലും ഓഫ്ലൈനും വിൽക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കൂടിയാണ് നമ്മൾ പരസ്യങ്ങളിടുന്നത്. ഈ സോഷ്യൽ മീഡിയയിൽ പരസ്യങ്ങളിടുമ്പം പലപ്പോഴും പല ആളുകളും നമ്മളിടുന്ന പരസ്യത്തിന് താഴെ അവരുടെ നമ്പർ വയ്ക്കുന്നു. ഈ നമ്പറിൽ ഒരു പൈസ വാങ്ങിക്കുന്നു. ഒത്തിരി കസ്റ്റമേഴ്സിന് പൈസ നഷ്ടമാകുന്നുണ്ട്. നമ്മളിപ്പം ആഭ്യന്തരമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ ഇതിനെ സംബന്ധിച്ചുള്ള പരാതി കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ 500 രൂപയ്ക്ക് ഒരു പ്രൊഡക്റ്റ് ഇടുവാണെങ്കിൽ ചില ആളുകൾ അവസാനം 300 രൂപയ്ക്ക് ഞങ്ങൾ തരാമെന്ന് പറഞ്ഞ് കമൻറ്റ് ഇടും. എന്നിട്ട് അവർ കസ്റ്റമേഴ്സിന് നമ്പർ അയച്ചു കൊടുക്കും. അപ്പോൾ കസ്റ്റമർ ഈ ഇൻഡിവിജ്വൽ വ്യക്തിക്ക് പേയ്മെൻറ്റ് ചെയ്യുകയാണ്. ഇങ്ങനെ പേയ്മെൻറ്റ് പോയി കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് കിട്ടുന്നില്ല എന്ന് പറയും. നമ്മളെ വിളിക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ ഫൈൻഡ് ചെയ്യുന്നത്. കാരണം ഓണസമയം സംബന്ധിച്ച് കേരളത്തിൽ വ്യാപകമായ തട്ടിപ്പ് ഈ ഓൺലൈൻ ഫ്രോഡുകൾ നടത്തുകയാണ്. അപ്പോൾ ജെനുവിനായിട്ട് ഓൺലൈൻ ചെയ്യുന്ന ഞങ്ങളെപ്പോലെയുള്ളവർക്കും അത് ബുദ്ധിമുട്ടാണ്. അഖിൽ കെ വിവരങ്ങളുമായി. അഖിൽ, ഇപ്പോൾ ഓൺലൈൻ വസ്ത്ര വ്യാപാരത്തിന് വലിയ തിരിച്ചടിയാകും ഇത്തരം തട്ടിപ്പ്. എന്തൊക്കെ തരം തട്ടിപ്പുകളാണ് ഇപ്പോൾ നടക്കുന്നത്? ഇതിപ്പോൾ വ്യാപകമായ പരാതി ഉയരുന്നുണ്ടോ? ഇപ്പോൾ വ്യാപാരി പറയുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കുന്ന കാര്യങ്ങളാണ്. തീർച്ചയായും സ്മൃതി, അത് തന്നെയാണ് വലിയ ആശങ്ക തന്നെ ഈ വ്യാപാരികൾ പങ്കുവെക്കുന്നു. കാരണം അവരുടെ ക്രെഡിബിലിറ്റിയെ പോലും ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളാണ്. കാരണം ഇവരുടെ ഈ പരസ്യങ്ങൾക്ക് താഴെയാണ് ഇത്തരത്തിൽ ഫോൺ നമ്പർ വെച്ച് ഈ ഇടുന്നത്. അവർ ഇടുമ്പോൾ ആളുകൾ പെട്ടെന്ന് ഇത് ഇവരുടെ നമ്പറാണെന്ന് പറഞ്ഞ് ഇതിലേക്ക് കോൺടാക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ വസ്ത്രം തരാമെന്നും അവർ ഈ ഓൺലൈൻ അല്ലെങ്കിൽ വീഡിയോയിൽ പറഞ്ഞതിനേക്കാൾ കുറഞ്ഞ പൈസ പറയുകയും ചെയ്യുന്നു. അപ്പോൾ ആളുകൾ ഇതിലേക്ക് വീഴുന്നു, അവർ പൈസ അയച്ചു കൊടുക്കുന്നു. പക്ഷേ പൈസ അയച്ചു കൊടുത്ത് ദിവസങ്ങൾ കഴിഞ്ഞാലും പിന്നീട് ഈ നമ്പറിലേക്ക് വിളിച്ചാൽ കിട്ടുകയോ അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്താൽ ലഭിക്കുകയോ ചെയ്യാത്ത സാഹചര്യമാണ്. അങ്ങനെയാണ് ഇവർ വീണ്ടും ഈ യഥാർത്ഥ ഉടമകളെ ബന്ധപ്പെടുമ്പോൾ അവർ ഇത്തരത്തിൽ അറിഞ്ഞിട്ട് പോലും ഉണ്ടാകില്ല ഈ കാര്യങ്ങൾ. അങ്ങനെ ഇത് വലിയ തോതിൽ തന്നെ നിരവധി പേർക്ക് പണം നഷ്ടപ്പെടുന്നുണ്ട്. ഇവർക്ക് നിരവധിയായ പരാതികൾ ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ നേരിട്ട് തന്നെ ഇത്തരത്തിൽ ഈ ആളുകൾ ഈ പണം നഷ്ടപ്പെടുത്തുന്നത് ഈ ഉടമകളെ തേടിയാണ്, അല്ലെങ്കിൽ ഈ വ്യാപാരം നടത്തുന്നവരെ തേടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ DGPക്കും മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിക്ക് അടക്കം പരാതി നൽകുന്ന സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നത്. കാരണം ഈ ഓണസമയം ആയതുകൂടി തന്നെ വ്യാപകമായി ഇത് നടക്കുന്നുണ്ട് എന്നുള്ള. കാരണം ഇവരുടെ പോസ്റ്റുകൾക്ക് താഴെ ഈ സമാനമായത് നമ്പറുകൾക്കൊപ്പം തന്നെ സമാന പേരുകൾ ഫെയ ഗാർമെന്റ്സ് എന്ന് പറഞ്ഞ അവരാണ് പരാതി നൽകിയത്. അതിന് സമാനമായ രീതിയിൽ ഫെയ എന്ന പേര് നൽകുകയും മറ്റെന്തെങ്കിലും ചെറിയ പേരുകളോ ചെറിയ വ്യത്യാസം വരുത്തിക്കൊണ്ട് പെട്ടെന്ന് ആളുകൾക്ക് ഒരു നോട്ടത്തിൽ ആളുകൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ ആ കമന്റ് ഇടുന്നു എന്നാണ്. ഫസ്റ്റ് കമന്റോ അല്ലെങ്കിൽ മുകളിലത്തെ കമന്റ് ഒക്കെ ആയിട്ടാണ് ഇത് വരികയും ചെയ്യുന്നത്. അതോടുകൂടി തന്നെ പലരും ഇത് വിശ്വസിച്ച് പോകുന്നു എന്നുള്ളതാണ്. കാരണം ഓൺലൈൻ ആണ്, ഇത് കൃത്യമായി ഒരു പക്ഷേ അവർ വെരിഫൈ ചെയ്യുകയും ചെയ്യുന്നില്ല. ഈ നമ്പർ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുമ്പോൾ ഈ പ്രൊഡക്റ്റ് നൽകാം എന്ന രീതിയിൽ തന്നെയാണ് ഇവർക്ക് മറുപടി ലഭിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇതിൽ മറ്റൊന്നും ആലോചിക്കാതെ ഈ പേയ്മെന്റ് നടത്തും. അതിലാണ് ഇവർ പറ്റിക്കപ്പെടുന്നത്. വലിയ തോതിൽ തന്നെ സംഭവിക്കുന്നുണ്ട്. അതായത് ഈ വീഡിയോയിൽ പറഞ്ഞതിനേക്കാൾ കുറഞ്ഞ പൈസയ്ക്ക് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ കൂടുതൽ ആളുകൾ ഇതിലേക്ക് വീഴുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വലിയ തോതിൽ തന്നെ പുത്തൻ രീതികൾ, അതായത് തട്ടിപ്പിന്റെ തന്നെ പുത്തൻ രീതികളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആളുകൾ ഇതിൽ അവെയർ ആവണം എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ കമന്റുകൾ വരുന്ന നമ്പറിലേക്കോ മറ്റും വിളിച്ച് ഈ സാധനങ്ങൾ വാങ്ങാതിരിക്കുക, അല്ലെങ്കിൽ അതിന് പണം നൽകാതിരിക്കുക, കൃത്യമായി ഇത് പരിശോധിക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ കൃത്യമായി വീഡിയോയിലൊക്കെ പറയുന്ന കാര്യങ്ങൾ പരിശോധിക്കുക, ഓൺലൈൻ സൈറ്റുകൾ കൃത്യമാണോ എന്നൊക്കെ വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അത് എത്രത്തോളം നടക്കുമെന്ന കാര്യത്തിലൊക്കെ ഉണ്ട്. കാരണം നിരവധി ആളുകൾ ഇത്തരത്തിൽ ഇതിന്റെ തട്ടിപ്പിന് ഇരയാവുന്നുണ്ട്. നിരവധി പരാതികൾ ഇവർക്ക് ലഭിക്കുന്നുണ്ട്. മറ്റു മാർഗ്ഗങ്ങൾ ഇല്ലാതായതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ ഒരു പരാതിയുമായിട്ട് സർക്കാരിലേക്ക് നിയമപരമായിട്ടുള്ള പരാതികളിലേക്കും മറ്റും പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇതിൽ അടിയന്തരമായി സർക്കാരിന്റെയും മറ്റും ഇടപെടൽ ആവശ്യമുള്ളതുമാണ്. പ്രതി ശരി, ഓണക്കാല തട്ടിപ്പിന്റെ വിശദാംശങ്ങളാണ് അഖിൽ കെ നൽകിയത്.